ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പലപ്പോഴും നമ്മുടെ ഹൃദയം വേദനിക്കുന്നതിൻ്റെ, മനസ്സ് മുറിപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് ചോദിച്ചാൽ, നാം വിശ്വസിക്കുന്നവർ നമ്മെ ചതിക്കുന്നതും നമ്മെ ഉപേക്ഷിച്ചു പോകുന്നതും ആരെ വിശ്വസിക്കണമെന്നൊരാകുലത നമ്മെ അലട്ടുന്നതും കൊണ്ടുമാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ മനസ്സിന് ആശ്വാസം പകരുവാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ദൈവം മാത്രമാണെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 56:3 ദാവീദ് പറയുന്നത്, എനിക്ക് ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങിൽ ആശ്രയിക്കുന്നു. എന്തുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ളവർ നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ആത്മാർത്ഥതയില്ലാതെ അവരവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച്, ആവശ്യങ്ങൾക്കനുസരിച്ച് ചിന്തയിലും പ്രവൃത്തിയിലും മാറ്റം വരുത്തുന്നവരാണ് നാം കണ്ടുമുട്ടുന്നതിൽ ഭൂരിഭാഗം പേരും എന്നതുകൊണ്ടാണ്. എന്നാൽ ദൈവം ഒരിക്കലും അതുപോലെയല്ല. കാരണം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:10 നാം വായിക്കുന്നത്, മലകൾ മാറ്റപ്പെട്ടേക്കാം, കുന്നുകളില്ലാതായേക്കാം, എന്നാൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം അചഞ്ചലമാണ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 31:3 നാം വായിക്കുന്നു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്. നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മെ മുറിപ്പെടുത്തുവാൻ സാധിക്കില്ല എന്നതുപോലെ, നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ദൈവത്തിന് ഒരിക്കലും നമ്മെ മുറിപ്പെടുത്തുവാൻ സാധിക്കുകയില്ല എന്ന സത്യം നാം തിരിച്ചറിയണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46:4 ദൈവം പറയുന്നത്, നിന്റെ വാർദ്ധക്യത്തിലും ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും, നിനക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും, ഞാൻ നിന്നെ സൃഷ്ടിച്ചു, ഞാൻ നിന്നെ രക്ഷിക്കുകയും ചെയ്യും. എന്തുകൊണ്ട് പലപ്പോഴും നമ്മുടെ ഹൃദയത്തിന് മുറിവേൽക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് നമുക്ക് ചുറ്റും ആരുമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മുടെ ഹൃദയം പരിഗണിക്കുന്നവരായി ആരുമില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഹൃദയം പരിഗണിക്കുന്ന യേശുനാഥൻ എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. 1 പത്രോസ് 5:7 പത്രോസ് ലേഖ പറയുന്നു, നിങ്ങളുടെ ഉത്കണ്ഠകൾ കർത്താവിനെ ഏൽപ്പിക്കുവിൻ, അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ആരും നമ്മെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ പരിഗണിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് എന്ന ബോധ്യം എപ്പോഴും നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. അതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, നമ്മുടെ ഹൃദയത്തെ മുറിപ്പെടുത്താതെ നോക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവാണ് എന്ന ബോധ്യം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ. ആരെ വിശ്വസിക്കണമെന്ന ആകുലത നമ്മെ അലട്ടുന്നുണ്ടെങ്കിൽ, നമുക്ക് വിശ്വസിക്കുവാൻ സാധിക്കുന്ന ഒരേ ഒരു വ്യക്തി ക്രിസ്തു മാത്രമാണ് എന്ന സത്യം നാം മനസ്സിലാക്കണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:6 നാം വായിക്കുന്നു, ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചനകളായി ക്രിസ്തുവിന് സമർപ്പിക്കുവിൻ. ഈ ഒരു ബോധ്യത്തോടുകൂടെ നമ്മുടെ ഹൃദയത്തെ അസ്വസ്ഥമാകാതെ ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കുകയും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.